ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും കാറ്റത്തെ കിളിക്കൂടിന്റെ വരാനിരിക്കുന്ന ഒരു എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. ഈ റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. ചാന്ദിനിയെ കാണാനായി ബീഹാറിലേക്ക് പോവുകയാണ് സുഭാഷും നിധിയും സുധീഷും. ഈ സമയം ഹരീഷിന്റെയും നികേഷിന്റെയും ഭാസ്കരന്റെയും കാര്യങ്ങൾ നോക്കാനായി കിളിക്കൂട്ടിലേക്ക് വരികയാണ് നീതുവിനെ എങ്ങനെ കിളിക്കൂട്ടിൽ നിന്ന് ഒഴിവാക്കണമെന്നറിയാതെ വിഷമിച്ചിരിക്കുകയാണ് അവർ. നീതു നിധിയുടെ റൂമിൽ കയറി കിടന്ന് ഉറങ്ങുകയാണ്. തുടർന്ന് സുഭാഷും നിധിയും സുധീഷും ട്രിവാൻഡ്രത്തു നിന്നും ഫ്ലൈറ്റിൽ പാട്നയിലേക്ക് വരികയാണ്. എയർപോർട്ടിൽ നിന്നും ഒരു കാറിൽ ചാന്ദ്രിയുടെ വീട് അന്വേഷിച്ചു പോവുകയാണ് അവർ. ടെൻഷനോടുകൂടി ഇരിക്കുന്ന സുഭാഷിനെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് സുധീഷ് ചോദിക്കുന്നു, സുഭാഷ് ഏട്ടാ ഓക്കെ അല്ലേ? അപ്പൊ സുഭാഷ് പറയുന്നു, ചാന്ദിനെ അന്വേഷിച്ച് നമ്മൾ മൂന്നുപേരും ഇത്രയും ദൂരം വന്നതൊക്കെ ശരിയാണോ എന്നറിയില്ല. എനിക്കെന്തോ ഒരു പേടി. ഞാൻ കാരണം ആർക്കും ഒരു പ്രശ്നം ഉണ്ടാകാൻ പാടില്ല. ഇത് കേട്ട് സുധീഷ് പറയണം, സുഭാഷ് ഏട്ടൻ ഫ്ലൈറ്റിൽ കയറിയ നിമിഷം മുതൽ ഇതോർത്താണ് പേടിക്കുന്നത്. ചാന്ദിനിക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമെന്ന് കരുതി നമ്മൾ ഒന്നും ചെയ്യാതിരുന്നാൽ അവര് ചാന്ദിനിയുടെ കല്യാണം നടത്തില്ലേ? അത് സുഭാഷ് ഏട്ടനും വിഷമമുള്ള കാര്യമല്ലേ? അപ്പൊ സുഭാഷ് പറയണ, അതല്ലടാ സുധീഷ്, നീ എന്ത് പറഞ്ഞാലും ഞാൻ നിന്നെയും നിധിയെയും കൂട്ടി ഇത്രയും ദൂരം ചാന്ദിനെ അന്വേഷിച്ച് വരണ്ടായിരുന്നു. അപ്പൊ സുധീഷ് ചോദിക്കണ, സുഭാഷ് ഏട്ടൻ ശരിക്കും ചാന്ദിനിയെ പ്രണയിക്കുന്നുണ്ടോ? നീ എന്താടാ ഈ പറയുന്നത്? എനിക്ക് ശരിക്കും ചാന്ദിനിയെ ഇഷ്ടമാണ്. അതുകൊണ്ടല്ലേ ആ കുട്ടിയെ കല്യാണം കഴിക്കാൻ വേണ്ടി ഞാൻ വിവാഹ മണ്ഡപത്തിൽ വരെ വന്നത്. പക്ഷെ പെട്ടെന്ന് ചാന്ദിനിയെ അന്വേഷിച്ച് ബീഹാറിൽ നിന്നും ആൾക്കാർ വരുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചില്ലല്ലോ. അവർക്ക് അറിയാത്ത ഒരു നാട്ടിലേക്ക് വന്ന ക്ഷേത്രത്തിൽ വെച്ച് തോക്ക് കാണിച്ച് ഭീഷണിപ്പെടുത്തുന്നു. അവർക്ക് ഒരു പേടിയില്ലടാ. അന്ന് ആർക്കെങ്കിലും എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നടാ? എനിക്ക് നല്ലത് നടക്കാൻ വേണ്ടി ഞാൻ നിങ്ങളുടെ ജീവൻ പണയം വെക്കാൻ പറ്റുവടാ? ഇന്നിപ്പം അങ്ങനെയുള്ള ആളുകളെ അന്വേഷിച്ച് അവരുടെ നാട്ടിലേക്ക് നമ്മൾ വന്നിരിക്കുക. എനിക്ക് നല്ലത് നടക്കാൻ വേണ്ടി ഞാൻ നിങ്ങളെ കുറിച്ച് ചിന്തിക്കാതിരിക്കാൻ പറ്റില്ല. എനിക്ക് അതോർത്തിട്ടാ പേടി. അങ്ങനെ സുഭാഷ് ടെൻഷനോടുകൂടി ഇരിക്കുമ്പോൾ സുധീഷ് പറയണ, സുഭാഷ് ഏട്ടാ ചില കാര്യങ്ങൾ കൂടുതൽ ആലോചിക്കാൻ പാടില്ല സുഭാഷ് ഏട്ടാ, പെട്ടെന്ന് ഇറങ്ങണം. നമ്മൾ എന്തായാലും ഇറങ്ങി, ഇനി എന്ത് നടക്കുമെന്ന് നമുക്ക് കാണാം. അപ്പൊ നിധി പറയണ, പ്രശ്നം ഉണ്ടാകും സുഭാഷ് ഏട്ടാ, പക്ഷെ തെറ്റായൊന്നും സംഭവിക്കില്ല എന്നുള്ള വിശ്വാസം എനിക്കുണ്ട്. ഇതിട്ട് സുധീഷ് പറയണ, അതെ സുഭാഷ് ഏട്ടാ, നിധി വിശ്വസിക്കുന്നത് പോലെ നമുക്കും വിശ്വസിക്കാം. എന്താണെങ്കിലും നമുക്ക് നേരിടാം. ഇത് കേട്ട് സുഭാഷ് പറയുന്നു, ശരിയടാ. തുടർന്ന് ഡ്രൈവർ ഹിന്ദിയിൽ സംസാരിക്കുമ്പോൾ സുധീഷ് പറയണ, ഭയ്യ കുറച്ച് പതിയെ പറ സുഭാഷ് ഏട്ടാ, ഇയാൾ എന്താ പറയുന്നേ? അപ്പൊ സുഭാഷ് പറയണ, അയാള് പെട്ടെന്നാ പറയുന്നേ, ഒന്നും മനസ്സിലായില്ല. ഭയ്യ മുझे ഹിന്ദി അറിയാം, സ്ലോ ബോലോന. ഡ്രൈവർ ഹിന്ദിയിൽ സുഭാഷിനോട് സംസാരിക്കുമ്പോൾ സുഭാഷ് പറയുകയാണ്, അയാള് വഴി ചോദിക്കുകയെ നമ്മളോട്. ഇത് കേട്ട് സുധീഷ് പറയുന്നു, നമുക്ക് വഴി അറിയായിരുന്നെങ്കിൽ പിന്നെ അയാളോട് വഴി ചോദിക്കണോ? ഇത് കൊള്ളാലോ. ഇയാൾക്കൊപ്പം ചാന്ദിനിയുടെ സ്ഥലം അറിയില്ലേ? ചാന്ദിനി പറഞ്ഞ അഡ്രസ് ഒക്കെ പറഞ്ഞു കൊടുത്തതാണല്ലോ. ഇത് കേട്ട് നിധി പറയുന്നു, സുഭാഷ് ഏട്ടാ അവിനാഷിനെ ഒന്ന് വിളിച്ചു നോക്ക്. അവിനാഷിന്റെ ഫോണിലേക്ക് വിളിക്കുന്ന സുഭാഷ് പറയുന്നു, എടുക്കുന്നില്ലടാ, ചാന്ദിനി ഒന്ന് വിളിച്ചു നോക്കാം. എടാ ചാന്ദിനിയുടെ ഫോൺ സ്വിച്ച് ഓഫാ. ഇപ്പൊ നമ്മൾ എന്താ ചെയ്യുക സുഭാഷ് ഏട്ടാന്ന് സുധീഷ് ചോദിക്കുമ്പോൾ സുഭാഷ് പറയുന്നു, നമുക്ക് ആരോടെങ്കിലും ചോദിച്ചു നോക്കാടാ. തുടർന്ന് ഡ്രൈവർ ഹിന്ദിയിൽ നിങ്ങൾ പറഞ്ഞ സ്ഥലം എത്തിയെന്ന് പറയുകയാണ്. സുധീഷും നിധിയും സുഭാഷും കാറിൽ നിന്നും ഇറങ്ങി ചുറ്റും നോക്കുകയാണ്. നിധി എന്തിനാ ഇറങ്ങിയെന്ന് സുധീഷ് ചോദിക്കുമ്പോൾ നിധി പറയണ, ഞാൻ എന്തിനാ അതിനകത്തിരിക്കുന്നത്? അതിനകത്തിരുന്ന് എന്ത് ചെയ്യാനാ? ചുറ്റും നോക്കി സുധീഷ് പറയുന്നു, സുഭാഷ് ഏട്ടാ ചെറിയ ഗ്രാമമാണെന്നല്ലേ പറഞ്ഞേ, ഒരുപാട് വീടുകളൊന്നും ഇല്ലെന്ന് തോന്നുന്നു, നമുക്ക് പെട്ടെന്ന് തന്നെ കണ്ടുപിടിക്കാം. പോകുന്ന വഴിയിൽ ആരോടെങ്കിലും ഒക്കെ ചോദിക്കാം. നിധി വണ്ടി കയറ്, ഭയ്യ ചലോ ടൈം ആകെയാ. അങ്ങനെ അവർ കാറിൽ കയറി മുന്നോട്ടേക്ക് പോവുകയാണ്. തുടർന്ന് സുധീഷ് പറയുന്നു, ഭയ്യ ഇങ്ങനെ തന്നെ ആ ഗ്രാമത്തിലേക്ക് വയ്ക്കോ, ഞങ്ങൾ അഡ്രസ് പറഞ്ഞുതരാം. സുഭാഷ് പറയാണ്, ഭയ്യ ജാവോ. അതെ ജാവോ എന്ന് സുധീഷ് പറയുമ്പോൾ രണ്ടുപേർ നടന്നു വരുന്നത് കണ്ട് സുഭാഷ് വണ്ടി നിർത്താൻ ആവശ്യപ്പെടുകയും അവരോട് ചാന്ദിനിയുടെ വീടിന്റെ അഡ്രസ് കാണിച്ച് സംസാരിക്കുകയുമാണ്. തുടർന്ന് നിധി പറയണ, സുധീഷ് ചെറിയ ഗ്രാമമാണെന്ന് പറഞ്ഞിട്ട് ഇത് ഒരുപാടുണ്ടല്ലോ. അതെ എനിക്കും അറിയാത്തെന്ന് പറഞ്ഞ് സുധീഷ് ചുറ്റും നോക്കുകയാണ്. റോഡ് സൈഡിൽ നിൽക്കുന്ന ആളുകളോടൊക്കെ ചാന്ദിനിയുടെ വീട് അന്വേഷിക്കുകയാണ് അവർ. എല്ലാവരും അറിയില്ല എന്നാണ് പറയുന്നത്. തുടർന്ന് കാറിലിരിക്കുന്ന സുഭാഷ് വിഷമത്തോടുകൂടി ഓർക്കുകയാണ് ചാന്ദിനിയുമായുള്ള നല്ല നിമിഷങ്ങൾ. തുടർന്ന് സുധീഷ് പറയണ, സുഭാഷ് ഏട്ടാ ഇവിടെ ആർക്കും ചാന്ദിനിയുടെ വീട് അറിയത്തില്ലല്ലോ. ചാന്ദിനി എന്തെങ്കിലും സുഭാഷ് എന്നോട് വീടിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടോ? വീടിനടുത്ത് അതുണ്ട് ഇതുണ്ട് ഇങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഒന്ന് ആലോചിച്ചു നോക്ക്. അപ്പൊ സുഭാഷ് പറയണ, ഇല്ലടാ ഞങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും സംസാരിച്ചിട്ടില്ല. സുധീഷ് ചോദിക്കണ, എന്താ സുഭാഷ് ഏട്ടാ ഇത്? പ്രണയിക്കുന്ന പെണ്ണിന്റെ വീട് എവിടെയാണെന്ന് പോലും അറിയത്തില്ലേ? ഇത് കേട്ട് നിധി ചോദിക്കണ, ഹലോ സുധീഷ്, സുഭാഷ് ഏട്ടൻ ചാന്ദിനിയെ ബീഹാറിൽ വെച്ചല്ലോ കണ്ടത്, തിരുവനന്തപുരത്ത് വെച്ചല്ലേ കണ്ടേ? തിരുവനന്തപുരത്ത് ചാന്ദിനി എവിടെയാണ് താമസിക്കുന്നത് എന്നുള്ളത് സുഭാഷേട്ടൻ അറിയാം. ബീഹാറിൽ എവിടെ താമസിക്കുന്നതെന്ന് സുഭാഷേട്ടൻ എങ്ങനെ അറിയാനാ? ഇത് കേട്ട് സുധീഷ് പറയണ, പോയിന്റ് ഒക്കെ ശരിയാ, പക്ഷെ വീട് എങ്ങനെ കണ്ടുപിടിക്കും നമ്മൾ? എന്തെങ്കിലും ഒരു അടയാളം അറിയായിരുന്നെങ്കിൽ അത് പറഞ്ഞ് അന്വേഷിക്കാമായിരുന്നു. പേര് പറഞ്ഞാലും ആർക്കും അറിയത്തില്ല, പിന്നെ എന്താ ചെയ്യുക? എന്തെങ്കിലും ഒരു ഹിന്റ് കിട്ടിയിരുന്നെങ്കിൽ നന്നായിരുന്നെന്ന് കരുതി ആലോചിച്ചിരിക്കുകയാണ് ഞാൻ. അപ്പൊ സുഭാഷ് പറയണ, സുധീഷേ ചാന്ദിനി എന്നോട് ഒരിക്കൽ സംസാരിച്ചപ്പോൾ വീടിനടുത്ത് ഒരു ക്ഷേത്രമുണ്ട്, അവിടെ ഇടയ്ക്കിടയ്ക്ക് പോകാറുണ്ടെന്ന് പറഞ്ഞിരുന്നു. സുധീഷ് ചോദിക്കുന്നു, ക്ഷേത്രോ? ഏത് ക്ഷേത്രമാണെന്ന് പറഞ്ഞിട്ടുണ്ടോ സുഭാഷ് ഏട്ടാ? അപ്പൊ സുഭാഷ് പറയണ, ആ ക്ഷേത്രത്തിന്റെ പേരൊന്നും പറഞ്ഞിട്ടില്ല, പക്ഷെ വീടിനടുത്താണ് ആ ക്ഷേത്രം ഉള്ളതെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് കേട്ട് സുധീഷ് പറയണ, സുഭാഷ് ഏട്ടാ ഈ ഗ്രാമത്തിൽ എത്ര ക്ഷേത്രങ്ങളുണ്ടോ
അവിടെ എല്ലാം പോയി നോക്കാം നമുക്ക്. എന്താ നിധി? അപ്പൊ നിധി പറയണ അതെ സുധീഷേ. അങ്ങനെ സുധീഷും സുഭാഷും ക്ഷേത്രത്തിന്റെ കാര്യം ഡ്രൈവറോട് പറയുകയാണ്. തുടർന്ന് ക്ഷീണത്തോടുകൂടി ഇരിക്കുകയാണ് സുധീഷും നിധിയും. സുധീഷ് പറയുന്നു സുഭാഷേട്ടൻ പറഞ്ഞ ഈ ഗ്രാമത്തിലെ പാതി ക്ഷേത്രത്തിലും നമ്മൾ പോയി. ആ ക്ഷേത്രത്തിന് ചുറ്റുമുള്ള വീടുകളിൽ ചാന്ദിനിയെ കുറിച്ചും അവിനാശിനെ കുറിച്ചും നമ്മൾ അന്വേഷിച്ചു. ആർക്കും ഒന്നും അറിയില്ല. എനിക്ക് തോന്നുന്നു അവിനാശിന് ഈ നാട്ടിൽ വേറെ പേരാണെന്ന്. തിരുവനന്തപുരത്തേക്ക് വന്നതിന് ശേഷം അവിനാശ് എന്ന് മാറ്റിയതായിരിക്കും. അപ്പൊ നിധി പറയണ അവിനാശ് എന്നുള്ള പേരും ഇവിടെ ഉണ്ടാകുമല്ലോ. അപ്പൊ സുധീഷ് പറയണ അതെ നിധി, പക്ഷേ ആർക്കും ഇവിടെ അവിനാശിനെ അറിയില്ലല്ലോ. ടെൻഷനോടുകൂടി സുഭാഷ് പറയണ സുധീഷ് സമയം ഒരുപാട് വൈകുന്നു, ഇരുട്ടാറായി. നിധി നമ്മുടെ കൂടെ ഉള്ളതാ. നമുക്ക് രാത്രി തങ്ങാൻ സുരക്ഷിതമായ ഒരു സ്ഥലം വേണോടാ. അറിയാത്ത സ്ഥലമല്ലേ. ചാന്ദിനി അന്വേഷിക്കുന്ന നിർത്തിയിട്ട് രാത്രി താമസിക്കാൻ പറ്റിയ സ്ഥലം അന്വേഷിക്കാം നമുക്ക്. ഇത് കേട്ട് സുധീഷ് പറയണ അത് ശരിയാ സുഭാഷേട്ടാ, സമയം ഒരുപാടായി. രാത്രി സമയത്ത് ഇങ്ങനെ ഇവിടെ ചുറ്റിക്കറങ്ങി നടക്കുന്നത് ശരിയാകില്ല. ഇവിടെ അടുത്ത ഏതെങ്കിലും ഹോട്ടൽ ഉണ്ടോ എന്ന് നെറ്റി നോക്കട്ടെ. നമുക്ക് അവിടെ താമസിച്ചിട്ട് നാളെ ഫ്രഷ് ആയിട്ട് വീണ്ടും ചാന്ദിനി അന്വേഷിക്കാം. ശരി നോക്കുന്ന സുഭാഷ് പറയുമ്പോൾ സുധീഷ് ഫോണിൽ ഹോട്ടൽ അന്വേഷിക്കുകയാണ്. തുടർന്ന് നിധിയെ ഒരു ഹോട്ടൽ കാണിച്ചുകൊണ്ട് സുധീഷ് ചോദിക്കുന്നു നിധി ഇത് ഓക്കെ ആണോ നോക്ക്. ഓക്കെയാ സുധീഷ് എന്ന് നിധി പറയുമ്പോൾ സുധീഷ് പറയുന്നു സുഭാഷേട്ടാ ഇവിടുന്ന് ഒരു 4 കിലോമീറ്റർ മുന്നോട്ട് പോകുമ്പോൾ ഒരു ഹോട്ടലുണ്ട്. റേറ്റിംഗ് ഒക്കെ നന്നായിട്ടുണ്ട്, കാണാനും നല്ലതാ. ഇന്ന് രാത്രി നമുക്ക് അവിടെ താമസിക്കാം. അടുത്ത എന്താന്ന് അതിനുശേഷം നമുക്ക് ആലോചിക്കാം. ഇത് കേട്ട് സുഭാഷ് പറയണ അതേടാ അതാ ശരി. അറിയാത്ത സ്ഥലത്ത് നമുക്കിനി അന്വേഷിച്ച് നടക്കാൻ പറ്റില്ല. നമുക്ക് ഹോട്ടലിൽ പോയി താമസിക്കാം. ആ ഹോട്ടല് എവിടെയാണെന്ന് ഈ ഡ്രൈവർക്കൊന്ന് പറഞ്ഞു കൊടുക്ക്. ശരി സുഭാഷേട്ടാ എന്ന് പറഞ്ഞ് സുധീഷ് ഡ്രൈവർക്ക് ആ ഹോട്ടൽ എവിടെയാണെന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. തുടർന്ന് സുധീഷ് പറയുന്നു സുഭാഷേട്ടാ ചാന്ദിനിയെ കുറിച്ച് ഒരു വിവരവും കിട്ടിയില്ല എന്ന് കരുതി സുഭാഷേട്ടൻ വിഷമിക്കരുത്, നമുക്ക് കണ്ടുപിടിക്കാം. അപ്പൊ സുഭാഷ് പറയണ ശരിയടാ. എടാ സുധീഷ് നീ പറഞ്ഞ ഹോട്ടൽ നല്ല ഹോട്ടലല്ലേ? പെണ്ണുങ്ങൾക്കൊക്കെ അവിടെ താമസിക്കാമല്ലോ അല്ലേ? അപ്പൊ സുധീഷ് പറയുന്നു സുഭാഷേട്ടാ നല്ല ഹോട്ടലാ. ആ ഹോട്ടലിൽ താമസിച്ചവരെല്ലാം നല്ല റിവ്യൂ ഇട്ടിരിക്കുന്നേ. കാണാൻ കുറച്ച് പഴയ ഹോട്ടലായിട്ട് തോന്നുന്നുണ്ട്, പക്ഷെ ഫാമിലിയൊക്കെ താമസിക്കുന്ന ഹോട്ടലാ. അതുകൊണ്ട് ഹോട്ടലിന്റെ പേരിലും ഫാമിലി എന്നുണ്ട്. ഇത് കേട്ട് സുഭാഷ് പറയുന്നു ശരിയടാ. തുടർന്ന് രാത്രി നീതു ഇല്ലാത്തത് കൊണ്ട് സമാധാനത്തോടു കൂടി ഇരിക്കുകയാണ് നികേഷും ഹരീഷും. ഹരീഷേട്ടാ വിശക്കുന്നു എന്ന് നികേഷ് പറയുമ്പോൾ ഹരീഷ് ചോദിക്കുന്നു നമുക്ക് പൊറോട്ട വാങ്ങിച്ചാലോ? അപ്പൊ നികേഷ് പറയണ ശരി ഹരീഷേട്ടാ, കൂടെ ഒരു ചിക്കൻ 65 കൂടി വാങ്ങിക്കണം. ഉച്ചയ്ക്ക് പോലും നന്നായി കഴിച്ചിട്ടില്ല. അപ്പൊ ഹരീഷ് പറയണ എടാ ഉച്ചയ്ക്ക് നീതു ഉണ്ടാക്കിയ ചിക്കൻ കറിയും ബിരിയാണിയും ഒക്കെ ഇരിപ്പുണ്ട്, അതെന്ത് ചെയ്യും? നികേഷ് ചോദിക്കുന്നു അത് കഴിക്കണമെന്നാണോ ഹരീഷേട്ടൻ പറയുന്നേ? അപ്പൊ ഹരീഷ് പറയണ കഴിക്കണമെന്നല്ല പറഞ്ഞത്, അത് എന്ത് ചെയ്യണമെന്നാ ഞാൻ ചോദിച്ചേ. ഇത് കേട്ട് നികേഷ് പറയണ അതെല്ലാം കൂടി എടുത്ത് എവിടെയെങ്കിലും കുഴിച്ചിടാം, ശത്രുക്കൾക്ക് പോലും കൊടുക്കണമെന്ന് വിചാരിക്കരുത്. ഇത് കേട്ട് ഹരീഷ് പറയുന്നു ശരി ഞാൻ പോയി പൊറോട്ടയും ചിക്കൻ 65 വാങ്ങിച്ചോണ്ട് വരാം. അങ്ങനെ ഹരീഷ് പേഴ്സ് എടുക്കാനായി റൂമിലേക്ക് പോവുകയാണ്. ഈ സമയം കിളിക്കൂട്ടിലേക്ക് വന്ന നീതു ചോദിക്കുന്നു അങ്കിൾ സുഖമായിട്ടിരിക്കുന്നോ? അപ്പൊ ഭാസ്കരൻ ചോദിക്കാണ് മോളെ നീതു നീ രാവിലെ അല്ലേ ഇവിടെ വന്ന് എന്നെ കണ്ടത്? ഇപ്പം രാത്രിയായപ്പോ വന്ന് സുഖമായിട്ടിരിക്കുന്നോ എന്ന് ചോദിക്കുന്നു. ഇങ്ങനെ രാത്രിയിൽ വീട്ടിൽ നിന്ന് ഇറങ്ങി വരുന്നതിന് നിന്റെ അച്ഛനും അമ്മയും നിന്നെ ഒന്നും പറയില്ലേ? അപ്പൊ നീതു പറയണ അവര് പലതും പറയും, പക്ഷെ ഞാൻ അതൊന്നും കാര്യമാക്കാറില്ല. ഇവിടെ വന്ന് നിങ്ങളുടെ കാര്യങ്ങൾ നോക്കണ്ടേ. നിനക്ക് എത്ര വയസ്സായെന്ന് ഭാസ്കരൻ ചോദിക്കുമ്പോൾ നീതു പറയുകയാണ് 22. അപ്പൊ ഭാസ്കരൻ പറയണ 22 വയസ്സുള്ള പെണ്ണിനെ പോലെ അല്ല നീ സംസാരിക്കുന്നത്, ഒരു കിളവി സംസാരിക്കുന്നത് പോലെ സംസാരിക്കുന്നേ. ഒന്ന് പോന്ന് പറഞ്ഞ് നീതു അകത്തേക്ക് പോകുമ്പോൾ ഭാസ്കരൻ പറയണ ഞാനിവിടെ പോകാനാ, ഇത് എന്റെ വീടല്ലേ. ഹായ് ഹരീഷ് എന്ന് പറഞ്ഞ് നീതു അകത്തേക്ക് കയറി വരുമ്പോൾ ഞെട്ടി നിൽക്കുകയാണ് നികേഷും ഹരീഷും. ഹായ് നീതു എന്ന് ഹരീഷ് പറയുമ്പോൾ നീതു ചോദിക്കണ നീ എന്നെ പ്രതീക്ഷിച്ചില്ലല്ലോ. ടെൻഷനോടുകൂടി നികേഷിനെ ഒന്ന് നോക്കിയിട്ട് ഹരീഷ് പറയണ പ്രതീക്ഷിച്ചില്ല, നീ എന്തിനാ ഈ രാത്രി സമയത്ത് ഇങ്ങോട്ട് വന്നേ? അപ്പൊ നീതു പറയണ ഉച്ചയ്ക്ക് നിങ്ങൾക്ക് ഭക്ഷണം ഉണ്ടാക്കി തന്നിട്ട് രാത്രി നിങ്ങളെ പട്ടിണി ഇടാൻ പറ്റില്ലല്ലോ. അപ്പൊ ഹരീഷ് പറയണ രാത്രി പൊറോട്ട കഴിക്കാൻ തീരുമാനിച്ചു, വാങ്ങാൻ വേണ്ടി പുറത്തേക്ക് പോകാൻ തുടങ്ങുകയായിരുന്നു. നീതു ചോദിക്കുന്നു പൊറോട്ടയോ? എന്തിനാ പൊറോട്ട വാങ്ങുന്നേ? ഞാൻ ഉച്ചയ്ക്ക് ഉണ്ടാക്കിയ ചിക്കൻ കറി ഇരിപ്പില്ലേ, ദോശ ഉണ്ടാക്കി ചിക്കൻ കറിയും കൂടി കഴിക്കാം. ദേ ഞാൻ ദോശമാവ് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ നികേഷ് പറയണ നീതു ചേച്ചി പൊറോട്ട കഴിച്ചോളാം. അപ്പൊ നീതു പറയണ മൈദയൊന്നും ശരീരത്തിന് നല്ലതല്ലടാ. നാളെ നിങ്ങളുടെ സുഭാഷേട്ടൻ വീട്ടിലേക്ക് വരുമ്പോൾ നിങ്ങൾ 3 നേരവും ഹോട്ടലിൽ നിന്നാണ് കഴിച്ചെന്നറിഞ്ഞാൽ എന്നെയല്ലേ കുറ്റം പറയൂ? സുഭാഷേട്ടൻ നിന്നെ എന്ത് കുറ്റം പറയാനാണെന്ന് ഹരീഷ് ചോദിക്കുമ്പോൾ നീതു പറയണ ഞാൻ ഇവിടെ ഉള്ളപ്പോൾ നിങ്ങൾ ഹോട്ടലിൽ നിന്ന് കഴിച്ചാൽ സുഭാഷേട്ടൻ എന്നോടല്ലേ ചോദിക്കൂ? അപ്പൊ ഹരീഷ് പറയുന്നു സുഭാഷേട്ടൻ അങ്ങനെ ഒന്നും ചോദിക്കില്ല നീതു, നീ ആയിട്ട് ഓരോന്നും ചിന്തിച്ചു കൂട്ടണ്ട. അപ്പൊ നീതു പറയണ സുഭാഷേട്ടൻ ചോദിച്ചാലും ചോദിച്ചില്ലെങ്കിലും നിങ്ങളുടെ കാര്യങ്ങൾ എനിക്ക് നോക്കിയല്ലേ പറ്റൂ. എനിക്ക് എന്റെ കുടുംബത്തോട് സ്നേഹമില്ലേ? ഇത് കേട്ട് നികേഷ് ചോദിക്കണ നീതു ചേച്ചിയുടെ സ്നേഹം ഇങ്ങനെ വേണോ കാണിക്കാൻ? ഉച്ചയ്ക്ക് ആ ചിക്കൻ കറിക്ക് എരി കൂടുതലായിരുന്നു, ഇനി വൈകുന്നേരം കൂടി അതെങ്ങനാ കഴിക്കുക? അപ്പൊ നീതു പറയണ നീ ഇങ്ങനെ പറയുന്നത് എനിക്ക് അറിയാമായിരുന്നു, കറിയില് തേങ്ങ അരച്ചു ചേർത്താൽ എരി കുറയും. ഞാൻ ഇന്റർനെറ്റിൽ കണ്ടായിരുന്നു, ദേ തേങ്ങ കൊണ്ടുവന്നിട്ടുണ്ട്, തേങ്ങ അരച്ചു ചേർത്ത് എരി കുറയ്ക്കാം, പിന്നെ ദോശയും കൂട്ടി കഴിച്ചാൽ സൂപ്പർ ആയിരിക്കും. നിങ്ങൾ ഇരിക്ക്, ഞാൻ ഇപ്പൊ ഉണ്ടാക്കിക്കൊണ്ട് വരാന്ന് പറഞ്ഞ നീതു അടുക്കളയിലേക്ക് പോകുമ്പോൾ ഹരീഷ് പറയുകയാണ് സോറിടാ നികേഷ്. അങ്ങനെ അടുക്കളയിലേക്ക് വന്ന ഹരീഷ് ചോദിക്കുന്നു കടയിൽ നിന്ന് വാങ്ങിയ ദോശമാവാണോ ഇത്? അപ്പൊ നീതു പറയണ അല്ല, വീട്ടിലുണ്ടാക്കിയ ദോശമാവാ, അമ്മ അറിയാതെ എടുത്തോണ്ട് വന്നാ. ഹരീഷ് ഈ തേങ്ങയൊന്ന് ചിരകിത്താ. ഹരീഷ് തേങ്ങ ചിരുകുമ്പോൾ ദോശ ഉണ്ടാക്കുന്ന
നീതു പറയണ എന്താ ഹരീഷ് ഇത് ഈ ദോശ ഇളകുന്നില്ലല്ലോ. അപ്പൊ ഹരീഷ് പറയുന്നു നീ അങ്ങോട്ട് മാറി നിൽക്ക് ഞാൻ നോക്കാം. അങ്ങനെ ഹരീഷ് ദോശ ഉണ്ടാക്കുമ്പോൾ നീതു തേങ്ങ അരച്ച് ചിക്കൻ കറിയിൽ ചേർക്കുകയാണ്. പുഞ്ചിരിച്ച് നീതു പറയുന്നു ഹരീഷ് നീ സൂപ്പറായിട്ട് ദോശ ഉണ്ടാക്കുന്നുണ്ട്. നീ അത് പ്ലേറ്റിലേക്ക് എടുത്തു വെക്ക്, ഞാൻ നികേഷിന് കൊടുത്തിട്ട് വരാം. അങ്ങനെ നീതു ദോശയും ചിക്കൻ കറിയും നികേഷിന് കൊണ്ട് കൊടുത്തിട്ട് പറയുന്നു നികേഷ് ഇത് കഴിച്ചു നോക്കിട്ട് പറ, നിനക്കുള്ള വെള്ളം ഇവിടെ വെച്ചിട്ടുണ്ട്, കഴിച്ചു നോക്കിട്ട് പറ. അപ്പൊ നികേഷ് പറയണ ചേച്ചി പൊയ്ക്കോ ഞാൻ കഴിച്ചു നോക്കിട്ട് പറയാം. നീ അത് കഴിക്കുന്ന നീതു പറയുമ്പോൾ അത് കഴിക്കുന്ന നികേഷ് ഇറക്കാനും വയ്യ തുപ്പാനും വയ്യ എന്നുള്ള അവസ്ഥയിൽ ഇരിക്കുകയാണ്. എരി കുറങ്ങില്ലെന്ന് നീതു ചോദിക്കുമ്പോൾ കുറഞ്ഞുവെന്ന് തലയാട്ടുകയാണ് നികേഷ്. പുഞ്ചിരിച്ച നീതു പറയുകയാണ് ഞാൻ പറഞ്ഞില്ലേ എരി കുറയുമെന്ന്. അങ്ങനെ നീതു അടുക്കളയിലേക്ക് പോകുമ്പോൾ നികേഷ് പറയുകയാണ് 2 തേങ്ങ അരച്ചു ചേർത്താലും ഈ കറിയിലെ എരി കുറയില്ല. അടുക്കളയിലേക്ക് വന്ന നീതു ചോദിക്കുന്നു ഹരീഷ് ദോശ ചുട്ടു കഴിഞ്ഞോ? ചുട്ടുകൊണ്ടിരിക്കുകയാണെന്ന് ഹരീഷ് പറയുമ്പോൾ നീതു പറയുന്നു നികേഷ് പതിയെ കഴിക്കേ, അടുത്ത ദോശ കൊണ്ടുവരാമേ. ഇത് കിട്ട് നികേഷ് പറയണ അയ്യോ എനിക്ക് ഒരു ദോശ മതി. നീതു ചോദിക്കണ അതെന്താ അവന് ഒരു ദോശ മതി എന്ന് പറഞ്ഞേ? വൈകുന്നേരം വിശന്നപ്പോൾ ബാക്കിയുണ്ടായിരുന്ന ബിരിയാണി എടുത്ത് കഴിച്ചോ? അപ്പൊ ഹരീഷ് പറയണ അതെ അതെ അവൻ അതെടുത്ത് കഴിക്കുന്ന കണ്ടായിരുന്നു, അതുകൊണ്ട് അവന് വിശപ്പില്ലാത്തതെന്ന് നീതു പറയുമ്പോൾ ഹരീഷ് ചോദിക്കണ നീ കഴിക്കുന്നില്ലേ? അപ്പൊ നീതു പറയണ ഹരീഷ് കഴിച്ചില്ലല്ലോ പിന്നെങ്ങനെ ഞാൻ കഴിക്കുക? ഇത് കേട്ട് ഹരീഷ് പറയുന്നു നീ കഴിക്കുക, അത് കഴിഞ്ഞിട്ട് ഞാൻ കഴിച്ചോളാം. അങ്ങനെ ഹരീഷ് ദോശ ഉണ്ടാക്കി നീതുവിന് കൊടുക്കുകയാണ്. നീതു സ്നേഹത്തോടു കൂടി ഹരീഷിനെ തന്നെ നോക്കി നിൽക്കുന്നു. ഹരീഷ് എടുത്ത ദോശ ഉണ്ടാക്കുമ്പോൾ നീതു ഹരീഷിന് വായിൽ വെച്ച് കൊടുക്കുകയാണ് ദോശ. തുടർന്ന് രാത്രി ഹോട്ടലിലേക്ക് വരികയാണ് സുഭാഷും നിധിയും സുധീഷും. കാറിൽ നിന്ന് ഇറങ്ങിയ സുധീഷ് പറയണ സുഭാഷ് ഏട്ടാ ഇതാ ഞാൻ പറഞ്ഞ ഹോട്ടല്, കാണാനൊക്കെ കൊള്ളാം അല്ലേ? അപ്പൊ സുഭാഷ് പറയണ പുറത്തു നിന്ന് കാണാനൊക്കെ കൊള്ളാം, നമുക്ക് അകത്ത് പോയി നോക്കാം. അങ്ങനെ അവർ റിസപ്ഷനിലേക്ക് വരികയാണ്. സുധീഷ് പറയുന്നു സുഭാഷ് ഏട്ടാ നിങ്ങൾ അവിടേക്ക് ഇരിക്കും, ഞാൻ പോയി ചോദിക്കാം. സുധീഷ് 2 റൂം എടുക്കുകയാണ്. സ്ത്രീകളും കുട്ടികളും ഒക്കെ പുറത്തേക്ക് പോകുന്നത് കണ്ട് സുഭാഷ് പറയുന്നു മോളെ സ്ത്രീകളും കുട്ടികളും ഒക്കെ ഉണ്ട് ഈ ഹോട്ടലില്, കുഴപ്പമില്ല. തുടർന്നവർ റൂമിലേക്ക് വരികയാണ്. ഹോട്ടലിലെ സ്റ്റാഫ് ഹിന്ദിയിൽ അവരോട് സംസാരിക്കുമ്പോൾ സുധീഷ് ചോദിക്കുന്നു സുഭാഷ് ഏട്ടാ എന്താ അയാൾ പറയുന്നേ? അപ്പൊ സുഭാഷ് പറയുന്നു വെള്ളം അവിടെ വെച്ചിട്ടുണ്ട്, എന്തെങ്കിലും വേണമെങ്കിൽ റിസപ്ഷനിലേക്ക് 9 എന്ന നമ്പറിൽ വിളിച്ചാൽ മതി, അവര് വരുമെന്ന്. ഇത് കേട്ട് സുധീഷ് പറയുന്നു ശരി ശരി അച്ഛാ അച്ഛാ തീക്ക് വയ്യാന്ന് പറഞ്ഞ അയാൾ അവിടെ വന്ന് പോകുമ്പോൾ സുധീഷ് പറയണ കണ്ടില്ലേ ചാന്ദിനിയുടെ കൂടെ ഹിന്ദി സംസാരിച്ച് സുഭാഷിനിപ്പം ഹിന്ദി നന്നായിട്ട് അറിയാം. സുഭാഷിന് ഒരു ടെൻഷനും വേണ്ട, നമുക്ക് നാളെ ചാന്ദിനി എങ്ങനെയെങ്കിലും കണ്ടുപിടിച്ച് വീട്ടിലേക്ക് കൊണ്ടുപോകാം. അപ്പൊ സുഭാഷ് പറയണ നിങ്ങൾ ഇവിടെ ഇരിക്കും, ഞാൻ പോയി മറ്റേ റൂമും കൂടി കണ്ടിട്ട് വരാം. ഓപ്പോസിറ്റ് ഉള്ള റൂമാണെന്ന് പറഞ്ഞ് സ്റ്റാഫ് സുഭാഷിനെയും കൂട്ടി ആ റൂമിലേക്ക് പോവുകയാണ്. സുധീഷ് റൂമിന്റെ വാതിലടച്ച് നിധിയുടെ ഇപ്പം ബെഡിലേക്ക് ഇരുന്നിട്ട് പറയുന്നു നല്ല ക്ഷീണം അല്ലേ? അപ്പൊ നിധി പറയണ അതെ, ഇത്രയൊക്കെ അലങ്ങിട്ടും ചാന്ദിനിയെ കണ്ടില്ലല്ലോ, നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റിയില്ല. അപ്പൊ സുധീഷ് പറയുന്നു ഞാൻ സുഭാഷിനോട് പറഞ്ഞു തന്നെയാ എനിക്ക് നിധിയോടും പറയാനുള്ളത്, ടെൻഷൻ വേണ്ട, നമ്മൾ ഉറപ്പായിട്ടും ചാന്ദിനിയെ കണ്ടുപിടിക്കും. ഇവിടെ നിന്ന് നമ്മൾ പോകുമ്പോൾ ചാന്ദിനിയും നമ്മുടെ കൂടെ ഉണ്ടായിരിക്കും, ചാന്ദിനി ഇല്ലാതെ നമ്മൾ ഇവിടുന്ന് പോകില്ല. നല്ല കാലുവേദന, ഞാനിങ്ങനെ കാല് നീട്ടി കിടന്നോട്ടെ നിധിക്ക് ഓക്കെ അല്ലേ? അപ്പൊ നിധി ചോദിക്കണ ഇതൊക്കെ എന്തിനാ എന്നോട് ചോദിക്കുന്നേ, സുധീഷ് കിടന്നോ? ശരിയെന്ന് പറഞ്ഞ് സുധീഷ് കാല് നീട്ടി കിടക്കുമ്പോൾ നിധി പറയണ ശരി സുധീഷ് ഇവിടെ കിടന്നോ, ഞാൻ പോയി സുഭാഷേട്ടനെ ഇങ്ങോട്ടേക്ക് പറഞ്ഞു വിട്ടിട്ട് ഞാൻ ആ റൂമിൽ കിടക്കാം. അപ്പൊ സുധീഷ് ചോദിക്കുന്നു ഞാൻ ഈ ബെഡിൽ കിടന്നത് കൊണ്ടാണോ നിധി ഇങ്ങനെ പറഞ്ഞേ? കുറച്ചേരം കിടക്കുന്നേ ഉള്ളൂ, അത് കഴിഞ്ഞ് ഞാനൊരു എക്സ്ട്രാ ബെഡ് വാങ്ങി താഴെ കിടന്നോളാം. അപ്പൊ നിധി പറയണ സുധീഷ് റെസ്റ്റ് എടുക്കുന്നത് കൊണ്ട് പറഞ്ഞതാ. എഴുന്നേറ്റിരുന്ന സുധീഷ് പറയണ ഞാൻ റെസ്റ്റ് എടുക്കുന്നില്ല, ഇവിടെ ഇങ്ങനെ ഇരുന്നോളാം. നാടും ഭാഷയും അറിയാത്ത ഒരു സ്ഥലത്ത് നിധിയെ തനിച്ചാക്കിയിട്ട് ഞാൻ എങ്ങനെ പോവുക? അപ്പൊ നിധി പറയണ ഞാൻ റൂമിലല്ലേ ഇരിക്കുന്നേ, ഇവിടെ ആര് വരാനാ? അങ്ങനെ ആരെങ്കിലും വന്നാലും സുധീഷ് ധൈര്യമുള്ള ആളല്ലേ, എന്നെ രക്ഷിക്കില്ലേ? അപ്പൊ സുധീഷ് പറയണ നീ കൂടെ ഉള്ളതാ ഞങ്ങളുടെ ധൈര്യം, നിധി ഇല്ലെങ്കിൽ ഞങ്ങളുടെ ധൈര്യവും പോകും. ഇത് കേട്ട് നിധി പുഞ്ചിരിക്കുമ്പോൾ സുധീഷ് പറയണ ഇന്ന് വല്ലാത്ത അലച്ചിലായിരുന്നു, കാലൊക്കെ വേദനിക്കുന്നു. നിധിക്ക് കാല് വേദനിക്കുന്നില്ലേ? വേദനിക്കുന്നുണ്ടെന്ന് പറഞ്ഞ് നിധി ക്ഷീണത്തോടു കൂടി ഇരിക്കുമ്പോൾ സുധീഷ് പുഞ്ചിരിച്ച് നിധിയെ ഒന്ന് നോക്കിയിട്ട് അരികിലേക്ക് ഇരുന്ന് നിധി എന്ന് വിളിക്കുകയാണ്. ഈ സമയം നിധിയുടെ ഫോണിലേക്ക് ഒരു മെസ്സേജ് വരികയാണ്. നിധി ഫോൺ എടുത്ത് നോക്കുമ്പോൾ സുധീഷ് മനസ്സിൽ പറയണ ഞാൻ സന്തോഷമായിട്ടിരിക്കുന്നത് ആർക്കും ഇഷ്ടമല്ല, അത് അഡ്വക്കേറ്റിന്റെ മെസ്സേജ് ആണ്. നിധിയും സുധീഷും ആ വോയിസ് മെസ്സേജ് കേൾക്കുകയാണ്. ഹായ് നിധി, നെക്സ്റ്റ് വീക്ക് വെനസ്ഡേ നിങ്ങളുടെ ഡിവോഴ്സ് കേസിന്റെ ഫൈനൽ ഹിയറിംഗ് ഉണ്ട്. രാവിലെ 10 മണിക്ക് നിങ്ങൾ കോർട്ടിലേക്ക് വരണം, രണ്ടുപേരും കൃത്യസമയത്ത് എത്തണം, മറക്കരുത്. മറക്കാതിരിക്കാൻ വേണ്ടിയാ ഞാൻ ഈ വോയിസ് മെസ്സേജ് അയച്ചേ. ദേഷ്യത്തോടു കൂടി സുധീഷ് പറയുന്നു സന്തോഷമായിട്ടിരിക്കാൻ സമ്മതിക്കില്ല, ഒരു വോയിസ് മെസ്സേജ് മതി മൂഡ് മാറാൻ. അടുത്ത ആഴ്ച കോടതിയിൽ എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന് നമുക്കറിയാലോ, ഡിവോഴ്സിന് സമ്മതമാണോ അല്ലയോ എന്ന് ചോദിക്കും. ഡിവോഴ്സ് വേണ്ടെന്ന് പറഞ്ഞാ പോരെ? നിധി ആദ്യം അത് ചെയ്യും, മാസം ഇങ്ങനെ കോടതിയിലേക്ക് പോകണ്ടല്ലോ. ഡിവോഴ്സ് വേണ്ടെന്ന് പറഞ്ഞാൽ പ്രശ്നം തീരുമല്ലോ. ഇത് കേട്ട് നിധിയുടെ മുഖം വാടുമ്പോൾ സുധീഷ് ചോദിക്കാണ് ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ നിധി, ശരിയല്ലേ? നിധി സുധീഷ് എന്ന് വിളിക്കുമ്പോൾ കറണ്ട് പോവുകയാണ്. നിധിയുടെ അരികിലേക്ക് ചേർന്നിരുന്ന് കയ്യിൽ മുറുകെ പിടിച്ചുകൊണ്ട് സുധീഷ് പറയുന്നു അയ്യോ നിധി കറണ്ട് പോയി, എനിക്ക് കറണ്ട് പോയാ പേടിയാ, എനിക്ക് പേടിയാവുന്നു നിധി. സുധീഷിന്റെ കൈ വിടാൻ ശ്രമിച്ചുകൊണ്ട് നിധി പറയണ സുധീഷ് കൈവിട്, എന്തേ ചെയ്യുന്നേ? സുധീഷ് എന്തേത്, അങ്ങോട്ട് മാറിക്കേ. നിധിയുടെ കയ്യിൽ മുറുകെ പിടിച്ചുകൊണ്ട് സുധീഷ് പറയണ നിധി വേണ്ട, എനിക്ക് പേടിയാവുന്നു. അപ്പൊ നിധി പറയണ പേടിക്കണ്ട സുധീഷ്, കറണ്ട് ഇപ്പൊ ഇങ്ങ് വരും, ഞാൻ ഫോണിൽ ടോർച്ച് ഓൺ ചെയ്യാം. നിധിയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് സുധീഷ് പറയണ
വേണ്ട നിധി, എങ്ങോട്ടും പോലെ എനിക്ക് പേടിയാവുന്നു. അങ്ങനെ സുധീഷ് കണ്ണടച്ചിരിക്കുമ്പോൾ നിധി തന്റെ ഫോൺ എടുത്ത് ടോർച്ച് ഓൺ ചെയ്യുകയാണ്. സുധീഷ് പറയുന്നു, നിധി എനിക്ക് ഇരുട്ട് ഭയങ്കര പേടിയാ. അപ്പൊ നിധി പറയണേ, സുധീഷേ ദേ ലൈറ്റ് വന്നല്ലോ, ദേ നോക്ക്. സുധീഷ് കണ്ണു തുറന്ന് ഫോണിലേക്ക് നോക്കുമ്പോൾ നിധി ചോദിക്കാണ്, ഇനി എന്നെ ഒന്ന് വിടുവോ? സുധീഷ് ചോദിക്കുന്നു, ലൈറ്റ് വന്നോ? സോറി, എനിക്ക് ഇരുട്ട് പേടിയാ. അപ്പൊ നിധി പറയണ, മനസ്സിലായി, ഇപ്പൊ ലൈറ്റ് വന്നില്ലേ, ഇനിയും കുറച്ചങ്ങോട്ടേക്ക് മാറിയിരിക്കും. ഇത് കേട്ട് സുധീഷ് കുറച്ചങ്ങോട്ടേക്ക് മാറിയിരിക്കുമ്പോൾ വാതിൽ തട്ടി നിധിന്ന് വിളിക്കുകയാണ് സുഭാഷ്. അപ്പൊ നിധി പറയുന്നു, സുഭാഷേട്ടാ വാതിൽ തുറന്നു കിടക്കുകയാണ്, അകത്തേക്ക് കയറുക. അകത്തേക്ക് കയറുമെന്ന സുഭാഷ് ചോദിക്കുന്നു, മോളെ നിധി കറണ്ട് പോയപ്പോൾ പേടിച്ചോ? അപ്പൊ സുധീഷ് ചോദിക്കണ, സുഭാഷേട്ടാ ഞങ്ങൾ എന്താ കൊച്ചു കുട്ടികളാണോ പേടിക്കാൻ? ഇത് കേട്ട് നിധി തിരിഞ്ഞ് സുധീഷിനെ നോക്കുമ്പോൾ സുധീഷ് കുനിഞ്ഞിരിക്കുകയാണ്. സുഭാഷ് ചോദിക്കുന്നു, ശരി, ഇവിടെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കറണ്ട് പോകുമോ? അപ്പൊ സുധീഷ് പറയണ, ഞാനിവിടെ 2 വർഷം ജോലി ചെയ്ത ആളല്ലേ, എപ്പ കറണ്ട് പോകും എപ്പ കറണ്ട് വരുമെന്ന് പറയാൻ. ഇത് കേട്ട് നിധി പറയുന്നു, സുധീഷ് റിസപ്ഷനിലേക്ക് ഒന്ന് വിളിച്ചു നോക്ക്. 6 എന്നല്ലേ പറഞ്ഞെന്ന് സുധീഷ് ചോദിക്കുമ്പോൾ സുഭാഷ് പറയണ, എടാ 9 എന്നാ പറഞ്ഞേ. 9 നിധിന്ന് സുധീഷ് പറയുമ്പോൾ ഫോൺ വാങ്ങിച്ച് നിധി പറയണ, ഇങ്ങോട്ടിതാ ഞാൻ വിളിക്കാം. ഇപ്പം 6 വിളിച്ചിരുന്നില്ലേ, എന്തായാലും ലൈൻ പോകത്തില്ല, അത്രേ ഉള്ളൂ എന്ന് സുധീഷ് പറയുമ്പോൾ നിധി പറയണ, അയ്യോ നിങ്ങളുടെ ഈ നാവില്ലായിരുന്നെങ്കിൽ നിങ്ങൾ എങ്ങനെ ജീവിക്കുമായിരുന്നു? നിധി റിസപ്ഷനിലേക്ക് വിളിച്ച് ഇംഗ്ലീഷിൽ കറണ്ട് ഇല്ല എന്നുള്ള കാര്യം പറയുകയാണ്. ഈ സമയം കറണ്ട് വരുന്നു. താങ്ക് യു സാർ എന്ന് പറഞ്ഞ നിധി ഫോൺ കട്ട് ചെയ്യുമ്പോൾ സുധീഷ് പറയണ, എന്തായാലും കറണ്ട് വന്നു, രാത്രി കറണ്ട് ഇല്ലാതെ ഇരുട്ടത്ത് കിടക്കേണ്ടി വരുമെന്നാ വിചാരിച്ച്, ഇനിയും ഫാന്റെ കാറ്റ് കൊണ്ട് ഉറങ്ങാലോ. അപ്പൊ നിധി ചോദിക്കണ, സുഭാഷേട്ടാ ആ റൂം എങ്ങനെയുണ്ട്? ഓക്കെ മോളേന്ന് സുഭാഷ് പറയുമ്പോൾ ഹരീഷ് സുഭാഷിന്റെ ഫോണിലേക്ക് വിളിക്കുകയാണ്. സുധീഷ് പറയുന്നു, സുഭാഷേട്ടാ ഹരീഷ് ആയിരിക്കും, എന്നെ വിളിച്ചിരുന്നു, ഞാൻ കണ്ടില്ലായിരുന്നു, എടുത്ത് സംസാരിക്ക്, ഇല്ലെങ്കിൽ അവൻ ടെൻഷൻ ആകും. ഫോണിൽ നോക്കി സുഭാഷ് പറയണ, എടാ അവിനാശ വിളിക്കുന്നേ. അവിനാശോ എന്ന് നിധിയും സുധീഷും ചോദിക്കുമ്പോൾ സുഭാഷ് പറയണ, അതേടാ നമ്മള് വരുന്ന വഴി വിളിച്ചിരുന്നല്ലോ, തിരിച്ചു വിളിക്കുക, ഫോൺ എടുക്ക് സുഭാഷ് ഏട്ടാന്ന് സുധീഷ് പറയുമ്പോൾ ഫോൺ അറ്റൻഡ് ചെയ്ത് അവിനാശെന്ന് വിളിക്കുകയാണ് സുഭാഷ്. ചുറ്റും നോക്കി അവിനാശ് പറയുന്നു, ഭയ്യ എന്തിനാ വിളിച്ചേ? ചുറ്റും ആൾക്കാരുണ്ടായിരുന്നോ, അതാ എടുക്കാൻ പറ്റാഞ്ഞത്. അപ്പൊ സുഭാഷ് പറയണ, അവിനാശെ ഞങ്ങള് നിങ്ങളുടെ ഗ്രാമത്തിലുണ്ട്, ഞാനും സുധീഷും നിധിയും പാട്നയിൽ വന്നു രാവിലെ, അവിടുന്ന് ഒരു ടാക്സി പിടിച്ച് നിങ്ങളുടെ ഗ്രാമത്തിലേക്ക് വന്നു. നിങ്ങളുടെ വീട് എവിടെയാണെന്ന് അറിയാതെ അന്വേഷിച്ച് നടക്കുകയായിരുന്നു അവിനാശെ. അപ്പോഴാ ഞാൻ അവിനാശിനെ വിളിച്ചത്, നീ എടുത്തില്ല. ഇപ്പം ഇവിടെ അടുത്തുള്ള ഒരു ഹോട്ടലിൽ താമസിക്കുക. ഹോട്ടലിന്റെ പേരെന്താണെന്ന് അവിനാശ് ചോദിക്കുമ്പോൾ സുധീഷിനോട് ചോദിച്ചിട്ട് ഹോട്ടലിന്റെ പേര് പറഞ്ഞു കൊടുക്കുകയാണ് സുഭാഷ്. ഇതൊരു ഫാമിലി റെസ്റ്റോറന്റാ. ഇത് കേട്ട് അവിനാശ് പറയുന്നു, ശരി സുഭാഷ് ഏട്ടാ, നിങ്ങൾ അവിടെ തന്നെ താമസിച്ചാൽ മതി, ഞാൻ രാവിലെ അവിടെ എത്താം. അപ്പൊ സുഭാഷ് പറയുന്നു, ശരി അവിനാശ്, നീ വരണേ. ചാന്ദ്രിക്ക് സുഖമാണോ? ചുറ്റും നോക്കി അവിനാശ് പറയുന്നു, അവള് സുഖമായിട്ടിരിക്കുന്നു സുഭാഷ് ഏട്ടാ. സുഭാഷ് ഏട്ടൻ അവളെ അന്വേഷിച്ച് ഇവിടെ വന്നെന്നറിഞ്ഞാൽ തന്നെ അവള് സന്തോഷിക്കും. നാളെ രാവിലെ ഞാൻ അങ്ങോട്ട് വരാം, അവിടെ വെച്ച് നമുക്ക് സംസാരിക്കാം. എനിക്ക് അധികം നേരം ഇവിടെ നിന്ന് സംസാരിക്കാൻ പറ്റില്ല, ഞാൻ വെക്കുക, രാവിലെ ഒരു 10 മണിയാകുമ്പോഴേക്കും ഞാൻ വരാം. ശരി അവിനാശ് എന്ന് പറഞ്ഞ് സുഭാഷ് സന്തോഷത്തോടു കൂടി ഫോൺ കട്ട് ചെയ്യുമ്പോൾ സുധീഷ് പറയണ, കണ്ടില്ലേ സുഭാഷ് ഏട്ടാ, സുഭാഷിന് ചാന്ദിനിയെ കാണാനുള്ള ഭാഗ്യമുണ്ട്, അതാണ് വിധി, ഞാൻ പറഞ്ഞത് നടന്നിരിക്കും, നമ്മൾ പോകുമ്പോൾ ചാന്ദിനി ഉണ്ടാകും നമ്മുടെ കൂടെ. ഇത് കേട്ട് സുഭാഷ് സന്തോഷത്തോടു കൂടി ഇരിക്കുമ്പോൾ നിധി പറയുന്നു, അതെ സുഭാഷ് ഏട്ടാ. ഈ സമയം സുഭാഷിന്റെ ഫോണിലേക്ക് ഒരു കോള് വരികയാണ്. സുധീഷ് പറയുന്നു, സുഭാഷ് ഏട്ടാ അവിനാശ് ആയിരിക്കും, എടുത്ത് സംസാരിക്ക്. ഫോൺ എടുത്ത് നോക്കി സുഭാഷ് പറയുന്നു, എടാ ഹരീഷാ വിളിക്കുന്നേ. ഹരീഷ് ആയിരുന്നോന്ന് സുധീഷ് ചോദിക്കുമ്പോൾ ഞാൻ അവനോട് സംസാരിച്ചിട്ട് വരാന്ന് പറഞ്ഞ് സുഭാഷ് ഫോണുമായി പുറത്തേക്ക് പോവുകയാണ്. വാതിലടച്ച് സുധീഷ് പറയണ, നിധി സുഭാഷ് ഏട്ടന്റെ മുഖത്തെ സന്തോഷം കണ്ടില്ലേ, നമ്മളെയും കൂട്ടി ഇവിടെ വന്നതിന് പേടിച്ചിരിക്കുകയായിരുന്നു സുഭാഷ് ഏട്ടൻ, ഇപ്പൊ കണ്ടില്ലേ നാളെ ചാന്ദിനിയെ കാണാൻ തുടങ്ങിയപ്പോൾ സന്തോഷിച്ചത്. അത് ശരിയാ സുധീഷ് എന്ന് നിധി പറയുമ്പോൾ സുധീഷ് പറയണ, ലവറെ കാണാൻ പോവുകയാണെന്ന് അറിഞ്ഞതിന് ശേഷം സന്തോഷിക്കാതിരിക്കാൻ പറ്റുമോ? എനിക്കൊക്കെ ജോലി കഴിഞ്ഞ് വീട്ടിൽ വന്ന് നിന്നെ കണ്ടാലേ സമാധാനമാകും. പാവം സുഭാഷ് ഏട്ടനും അങ്ങനെയല്ലേ. നിധി ദേഷ്യത്തോടു കൂടി സുധീഷിനെ നോക്കുമ്പോൾ സുധീഷ് പറയണ, സത്യമായിട്ട് നിധി ഞാൻ പറഞ്ഞത് സത്യമാ, എനിക്ക് ഉറക്കം വരുന്നെന്ന് പറഞ്ഞ നിധി ഉറങ്ങാനായി കിടക്കാൻ തുടങ്ങുമ്പോൾ സുധീഷ് പറയണ, ഫീലിങ്സിനെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞാൽ ആട് സ്കിപ്പ് ചെയ്യുന്നത് പോലെ പെട്ടെന്ന് സ്കിപ്പ് ചെയ്ത് കളയും. എന്താന്ന് നിധി ചോദിക്കുമ്പോൾ സുധീഷ് പറയണ, ഒന്നുമില്ല, നന്നായിട്ട് ഉറങ്ങും. നിധി ബെഡിന്റെ നടുക്കോട്ട് കിടക്കുകയാണ്. സുധീഷ് എവിടെ കിടക്കുക നിധി ചോദിക്കുമ്പോൾ സുധീഷ് പറയണ, ബെഡിന്റെ നടുക്ക് കിടന്നിട്ട് ഞാൻ എവിടെ കിടക്കുമെന്ന് ചോദിക്കുന്നു, നന്നായിരിക്കുന്നു. അപ്പൊ നിധി പറയണ, റിസപ്ഷനിലേക്ക് വിളിച്ച് എക്സ്ട്രാ ബെഡ് പറയട്ടെ? അപ്പൊ സുധീഷ് പറയണ, അയ്യോ വേണ്ട, അതൊക്കെ ഞാൻ പറഞ്ഞോളാം, നീ ഇവിടെ ഉറങ്ങാൻ നോക്ക്. ഇത് കേട്ട് നിധി കണ്ടടച്ച് കിടക്കുമ്പോൾ സുധീഷ് പറയണ, എന്നിതൊക്കെ മാറുമെന്നറിയില്ല. അങ്ങനെ റിസപ്ഷനിലേക്ക് വിളിക്കാനായി തുടങ്ങുന്ന സുധീഷ് പറയണ, 9 ആണോ 6 ആണോ? കണ്ടടച്ച് കിടക്കുന്ന നിധി 9 എന്ന് പറയുമ്പോൾ അതാ കറക്റ്റ് എന്ന് പറഞ്ഞ് സുധീഷ് റിസപ്ഷനിലേക്ക് വിളിച്ച് തമിഴും ഹിന്ദിയും ഇംഗ്ലീഷും എല്ലാം കലർന്ന് സംസാരിക്കുകയാണ്. ഇത് കേട്ട് ചിരിക്കുകയാണ് നിധി. തുടർന്ന് രാത്രി ബൈക്കിൽ നീതുവിനെ വീട്ടിൽ കൊണ്ടുവിടുകയാണ് ഹരീഷ്. ബൈക്കിൽ നിന്ന് ഇറങ്ങിയ നീതു പറയണ, ഞാൻ നിന്റെ വീട്ടിൽ തന്നെ കിടന്നേനല്ലോ, എന്തിനാ ഇപ്പൊ എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നേ? അപ്പൊ ഹരീഷ് പറയണ, എന്റെ പൊന്നു നീതു, നീ ഇതുവരെ ചെയ്തു തന്ന സഹായങ്ങളൊക്കെ മതി, വീട്ടിൽ പോയി നന്നായി കഴിച്ച് കിടന്നുറങ്ങാൻ നോക്ക്. എന്താ ഹരീഷ് ഇതെന്ന് നീതു ചോദിക്കുമ്പോൾ ഹരീഷ് പറയണ, പറയുന്നത് കേക്ക് നീതു. അവിടേക്ക് വന്ന സീത ചോദിക്കണ, എടാ നീ എന്തിനാ ഇവിടെ വന്നേ? അപ്പൊ ഹരീഷ് പറയണ, നീതുവിനെ കൊണ്ടുവിടാൻ വേണ്ടി വന്നതാ. കേറി പൊടി അകത്തെന്ന് പറഞ്ഞ് സീത നീതുവിനെയും കൂട്ടി അകത്തേക്ക് പോകുമ്പോൾ ഹരീഷ് പറയണ, ബൈ നീതു. അങ്ങനെ ഹരീഷ് അവിടെ വന്ന് പോകുമ്പോൾ
ദേഷ്യത്തോടു കൂടി സീത ചോദിക്കുന്നു, നീ എവിടെ പോയതാടി? അപ്പൊ നീതു പറയണ, ഹരീഷ് അല്ലേ കൊണ്ടുവിട്ടത്. അപ്പം ഹരീഷിന്റെ കൂടെ പോയതാണെന്ന് അമ്മയ്ക്ക് അറിയില്ലേ? അമ്മ എന്താ ഉണ്ടാക്കിയേ? അപ്പൊ സീത പറയണോ, ഒരെണ്ണം തന്നാലുണ്ടല്ലോ സമയം എത്രയായെന്നറിയോ? രാത്രിയൊന്നും പകലൊന്നും ഇല്ലാതെ അവന്റെ പുറകെ നടക്കുകയാണോ നീ? നിങ്ങൾ ഇതൊന്നും ചോദിക്കത്തില്ലേ? അപ്പൊ ചന്ദ്രൻ പറയണ, ഞാൻ എന്ത് ചോദിക്കാനാ? ഇവള് പറഞ്ഞ കേക്കില്ലല്ലോ. അപ്പൊ നീതു പറയണ, നിങ്ങൾ എന്തിനാ ഇനി വഴക്കുണ്ടാക്കാൻ നിൽക്കുന്നേ? എന്റെ ഭർത്താവിന്റെ വീട്ടില് സുഭാഷ് ഏട്ടനും അവരുടെ ഏട്ടത്തെയും സുധീഷ് ഏട്ടനും ഒന്നുമില്ല. ഹരീഷും നികേഷും അവരുടെ അച്ഛനും മാത്രമേ ഉള്ളൂ. അവരുടെ കാര്യങ്ങൾ ഞാനല്ലാതെ വേറെ ആരാ നോക്കുക? അതിനാ ഞാൻ പോയത്. സീത ചോദിക്കുന്ന, നിന്റെ ഭർത്താവിന്റെ വീടോ? നാളെ അവൻ നിന്നെ ഒഴിവാക്കിയാൽ നീ എന്ത് ചെയ്യും? അപ്പൊ നീതു പറയണ, മിണ്ടാ നിൽക്കമ്മേ, ആവശ്യമില്ലാത്ത കാര്യങ്ങൾ സംസാരിക്കണ്ട. അപ്പൊ സീത പറയണ, എത്ര നാണം കെട്ടാലും നിനക്ക് ബുദ്ധി വരില്ലല്ലോ. അങ്ങനെ നീതുവും അമ്മയും കൂടി വഴക്കുണ്ടാക്കുകയാണ്. തുടർന്ന് നീതു പറയുന്നു, ഞാൻ ആദ്യമായിട്ടൊന്നും അല്ലല്ലോ ഹരീഷിന്റെ വീട്ടിലേക്ക് പോകുന്നത്. ഇതിപ്പം വലിയ കാര്യമൊന്നുമല്ല, എന്തിനാ വെറുതെ വഴക്കിന് വരുന്നത്? അപ്പൊ ചന്ദ്രൻ പറയണേ, ഈ രാത്രി സമയത്ത് അവന്റെ കൂടെ ബൈക്കിൽ വന്നിറങ്ങിയാൽ അയൽപക്കത്തുള്ളവരൊക്കെ എന്ത് വിചാരിക്കും? അവര് ചോദിച്ചാൽ ഞങ്ങൾ എന്ത് മറുപടി പറയും? അപ്പൊ നീതു പറയണ, അച്ഛാ, ഹരീഷിന് എന്നെ കല്യാണം കഴിക്കാൻ കുറച്ച് സമയം വേണമെന്നേ പറഞ്ഞുള്ളൂ, അല്ലാതെ ഹരീഷ് എന്നെ കല്യാണം കഴിക്കില്ല എന്ന് പറഞ്ഞിട്ടില്ല. ഒന്ന് മനസ്സിലാക്ക്. എത്രയും പെട്ടെന്ന് സുഭാഷ് ഏട്ടന്റെ കല്യാണം നടക്കും, അതിനുശേഷം ഹരീഷ് എന്നെ കല്യാണം കഴിക്കും. അപ്പൊ സീത പറയണ, പിന്നെ സുഭാഷ് ഏട്ടന്റെ കല്യാണം നടന്നു, കല്യാണ മണ്ഡപം വരെ എത്തിയിട്ട് കല്യാണം മുടങ്ങിയത് നീയും കണ്ടതല്ലേ? ആ കുടുംബത്തിലുള്ളവർക്ക് കല്യാണം കഴിക്കാനുള്ള യോഗം ഇല്ലെന്നാ തോന്നുന്നേ. അങ്ങനെ ഒരു കുടുംബത്തിലാ നീ പോയി ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നേ. നിന്നെയൊക്കെ എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കാനാ? അപ്പൊ നീതു പറയണേ, എനിക്ക് വിശക്കുന്നു. എന്താ ഉണ്ടാക്കിയിരിക്കുന്നേ? അപ്പൊ സീത പറയണ, സ്പെഷ്യൽ ആയിട്ടൊന്നും ഉണ്ടാക്കിയിട്ടില്ല, ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അകത്ത് പോയി എടുത്ത് കഴിക്കുക. ഇത് കേട്ട് നീതു ഭക്ഷണം എടുത്ത് കഴിക്കുകയാണ്. സീതയും ചന്ദ്രനും ദേഷ്യത്തോടുകൂടി നീതുവിനെ നോക്കുമ്പോൾ നീതു പറയുകയാണ്, ചിക്കൻ കറി നന്നായിട്ടുണ്ടമ്മേ. ഹരീഷിന്റെ വീട്ടിൽ വെച്ച് ഞാൻ ഇന്നൊരു ചിക്കൻ കറി വെച്ചു, പക്ഷെ ടേസ്റ്റ് ഇതുപോലെ വന്നില്ല. ഒരുപാട് തവണ ഉണ്ടാക്കി ശീലിക്കണം. നാളെ എനിക്ക് കോളേജിലേക്ക് ഭക്ഷണം തന്നുവിടുമ്പോൾ അമ്മ ഹരീഷിനും നികേഷിനും ഉള്ള ഭക്ഷണം കൂടി തന്നുവിടണം. ഇത് കേട്ട് സീത പറയണ, അതൊന്നും എന്നെ കൊണ്ട് പറ്റില്ല, വീട്ടിൽ ഉണ്ടാക്കി കൊടുക്കാൻ ആളില്ലെങ്കിൽ പുറത്തുനിന്ന് വാങ്ങിച്ചു കഴിക്കട്ടെ. അപ്പൊ നീതു പറയണ, ഞാൻ അവരോട് പറഞ്ഞത് എന്റെ വീട്ടിൽ നിന്നും ഭക്ഷണം കൊണ്ടുവരാന്ന്. ശരി വിട്, അമ്മ ഉണ്ടാക്കണ്ട, ഞാൻ തന്നെ ഭക്ഷണം ഉണ്ടാക്കി അവർക്ക് കൊണ്ട കൊടുക്കാം. കേട്ടില്ലേന്ന് സീത പറയുമ്പോൾ തലയിൽ കൈവച്ച് ചന്ദ്രൻ പറയണ, എല്ലാം എന്റെ വിധി. നീതു സന്തോഷത്തോടു കൂടി ഭക്ഷണം കഴിക്കുന്നു. തുടർന്നുള്ള റിവ്യൂവിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്